ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് അടുത്ത സ്റ്റിച്ചാട്ടോ പഠിക്കുന്നത്. നമ്മൾ ആദ്യം ക്രോസ് സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ പഠിക്കുന്ന സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക, ഈ ടവൽസിനും അതേപോലെ ടർക്കികളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു ടർക്കികളും അതിൻ്റെയൊക്കെ അരികത്തായിട്ട് നമ്മൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അത് ഈ നൂലുകൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന പോർഷൻസൊക്കെ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് അതിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പലതരം ഇപ്പോൾ ഒരു ബലൂൺ ഒരു കുട്ടി ഒരു ബലൂൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ബലൂണൊക്കെ നമുക്ക് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൽ ചെയ്തെടുക്കാൻ പറ്റും. ആ കുട്ടിയുടെ ആ ഒരു പിന്നെ ബോർഡർ ലൈൻ കംപ്ലീറ്റ് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടി ഉടുപ്പുകളിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ എന്താ പറയുക, വൈറ്റ് കുർത്തികളുടെയൊക്കെ ജസ്റ്റ് ഒരു പിന്നെ ഇപ്പം നമ്മളിപ്പം ഒരു കോളർ നെക്കാണ് ചെയ്യണമെങ്കിൽ അപ്പോൾ ആ കോളർ നെക്കിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലൊരു ഡിസൈനൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്ക്, ഞാൻ ഏറ്റവും മുകളിൽ നിന്നാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന് സ്റ്റിച്ച് എടുത്തിരിക്കുന്നത്. കണ്ടോ, ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടും സ്പീഡ് കൂട്ടിയിട്ടില്ല, ഞാൻ അങ്ങനെ അങ്ങ് ഇട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഞാനൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്ക്, നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമ്മളൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മളവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻ്റുകൾ ടച്ച് ചെയ്തുകൊണ്ട്, അതായത് പോയിൻ്റിൽ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് ചെയ്തു കേട്ടോ. കാരണം എന്താ എടുത്തപ്പോൾ ഇത്തിരി വലുതായ പോലെ തോന്നിയേ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി വരെ സൂചി മുകളിലേക്ക് അങ്ങ് വലിച്ചങ്ങ് എടുക്കരുത്. നമ്മളിത് ഒരു പകുതിക്ക് കൊണ്ടുവന്ന് സൂചി കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ഒരു ത്രെഡിൻ്റെ അടിയിലേക്ക്, അതായത് സൂചി ഒന്ന് കുറച്ച് പൊക്കി പിടിച്ചിട്ട് അത് അങ്ങനെ ഒന്നാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ എടുക്കുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ തന്നെ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം സെക്കൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അപ്പം ഞാൻ ആദ്യം പോയിൻ്റ് കൊടുത്തതിൻ്റെ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി നീക്കിയിട്ടാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എന്താ പറയുക, കുറച്ച് വലിയൊരു ഗ്യാപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത് കേട്ടോ. എന്താ നോക്ക്, നമ്മൾ വീണ്ടും താഴെ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ ആ സൂചി മുകളിലേക്ക് അങ്ങ് മൊത്തത്തിൽ എടുത്തിട്ടില്ല, ഒരു പകുതിയുണ്ട്. ആ സൂചിയുടെ അടിയിലേക്ക് നമ്മൾ ആ ത്രെഡ് കയറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ നീഡിൽ മുകളിലേക്ക് അങ്ങ് ആക്കുമ്പോൾ കണ്ടോ, ഒരു ലോക്കിംഗ് സിസ്റ്റം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിന് പറയുന്ന പേരാണ് കേട്ടോ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ പോലെ ഉപയോഗമെല്ലാം സെയിം തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടി ബലൂൺ പിടിച്ച് നിൽക്കുന്നതോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പപ്പിക്കുട്ടിയെ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കെറ്റിലിനെ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി വീണ്ടും താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ ത്രെഡ് കൊടുക്കുന്നു. അതിനുശേഷം ആ നീഡിലിൻ്റെ അടിയിലേക്ക് ത്രെഡ് വലിച്ചു കൊടുക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മളങ്ങ് വലിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പ്രയാസവും ഇല്ല ചെയ്യുന്നതിന്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ക്ലാസ് മുതൽ, ഇപ്പോൾ പുതിയതായിട്ട് ഇനിയും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടത്, ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 by 1 ആയിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റിച്ചസായിട്ട് നിങ്ങൾ പഠിക്കുകയെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് സിമ്പിളാണോ എന്നുള്ള ഒരു ധാരണ വരും. പക്ഷെ അതല്ല, നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ നമ്മുടെ ബോർഡർ ലൈനുകളിലും അതേപോലെ അല്ല കുഞ്ഞു കുട്ടി ഉടുപ്പുകളിലൊക്കെ ഈ ജനിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടികളുടെയൊക്കെ വൈറ്റ് എന്താ പറയുക, കുട്ടി ഉടുപ്പിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം മിസ്റ്റേക്ക് പറ്റിപ്പോവാം കേട്ടോ സംസാരിക്കുന്നതിലൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയൊക്കെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യണം ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചെയ്ത് പഠിക്കാനായിട്ടൊക്കെ ഇങ്ങനെയുള്ള സ്റ്റിച്ചുകളൊക്കെ നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു കുർത്തിയിലൊക്കെ ഒരു വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു വർക്കൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ.
പിന്നെ നമ്മൾ ഇനിയും വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താ പറയുക, ഇതിപ്പോൾ എല്ലാം ബേസിക്കാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്തോറും ബേസിക്കും കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ടതായിട്ടുള്ള, അതായത് നെക്കിലേക്കും സ്ലീവിലും ഒക്കെ വരുന്ന രീതിയിലുള്ള ഡിസൈനുകളായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ തരുന്ന വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അവരെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല, കാരണം അവർക്ക് വേറെ രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, ഇത് ബേസിക് ക്ലാസ്സുകൾ കുറച്ച് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ട് ചെയ്ത് പഠിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കാണാറുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അവരെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നൊരു വേറെ രീതിയിൽ, കാരണം ലൈവ് ക്ലാസ്സാണ്, നമ്മളിപ്പോൾ ഇതുപോലെ വീഡിയോ അയച്ച് കൊടുത്തിട്ടുള്ള ഒരു ക്ലാസ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കണ്ടോ? അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യണ പോലെ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റിച്ച് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം ചെയ്യേണ്ടത് എന്താ, അങ്ങനെ താഴെ ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലോക്ക് ഇടുന്നതൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്, ഒരു ക്ലാസ്സിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. ബിഗിനേഴ്സിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതേ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ക്രോസ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട്, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പഠിച്ചു, പിന്നെ അതിന് മുമ്പുള്ള സ്റ്റിച്ചുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്